മസാല ബോണ്ട് വിഷയത്തിൽ ഇഡി നൽകിയ സമൻസ് ചോദ്യം ചെയ്ത മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തനിക്ക് വീണ്ടും സമൻസ് അയച്ച ഇഡി നടപടി നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ ലംഘനമാണ് പുതിയ സമൻസ് എന്നും ഹർജിയിലുണ്ട്. ചേതനുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ചേതൻ, ഗുഡ് മോർണിംഗ്. കീർത്തി, ഗുഡ് മോർണിംഗ് കീർത്തി. ചേതൻ, സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ ലംഘനമാണ് ഇപ്പോൾ ഈ വീണ്ടും ഇ ഡി സമൻസ് അയച്ചിരിക്കുന്നതെന്ന് പ്രധാനമായും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇന്ന് കോടതി പ്രധാനമായും നിരീക്ഷിക്കുന്നത്? എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത്? കീർത്തി, ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത്. ഹൈക്കോടതിയിലെ 9ാമത്തെ ഐറ്റമായിട്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതായത് രാവിലെ തന്നെ ഈ കേസ് പരിഗണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് തോമസ് ഐസക് ഈ ബോണ്ടുമായി വിഷയപ്പെട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ മൂന്നാഴ്ചക്കിടെ 2ാമത്തെ തവണയാണ് ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി തോമസ് ഐസക് ഹാജരാവണമെന്ന് കാണിച്ച് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമൻസ് സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ സമൻസ് നിയമപരമായി നിലനിൽക്കില്ല. ആദ്യ സമൻസ് തോമസ് ഐസക്കിനെ കൈപ്പറ്റിയപ്പോൾ തന്നെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ സമൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് തോമസ് ഐസക്കിൻ്റെ വാദം. അതായത് ഈ വിഷയത്തിൽ തൻ്റെ വ്യക്തി വിവരങ്ങളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങളും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് തൻ്റെ സ്വകാര്യതയുടെ മേലുള്ള കടന്നുകയറ്റം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തോമസ് ഐസക് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ തോമസ് ഐസക്കിൻ്റെ വാദം മുഖവിലക്കെടുത്ത ശേഷം ഹൈക്കോടതി മുഖവിലക്കെടുക്കുകയായിരുന്നു. തുടർന്ന് ഇ ഡിക്ക് ഈ സമൻസ് പിൻവലിക്കേണ്ടതായി വന്നു. തുടർന്നാണ് വീണ്ടും കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലായി തോമസ് ഐസക് ഹാജരാവണം എന്ന് കാണിച്ച് 2ാമതും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത്. എന്നാൽ ഈ 2ാമത് അയച്ച സമൻസും നിലനിൽക്കില്ല എന്നാണ് തോമസ് ഐസക് ഇപ്പോൾ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിഫ്ബിയിൽ നിലവിൽ തനിക്കൊരു റോളുമില്ല. അതിനാൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ച് രേഖകളൊന്നും തൻ്റെ കൈവശമില്ല. ഇക്കാര്യത്തിൽ തനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നാണ് തോമസ് ഐസക് തൻ്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 37 പ്രകാരം സമൻസ് അയക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിയില്ല. സെക്ഷൻ 13 പ്രകാരമുള്ള ക്രമക്കേട് കണ്ടെത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സമൻസ് അയക്കാൻ ഇ ഡിക്ക് കഴിയൂ എന്നാണ് ഈ തോമസ് ഐസക് തൻ്റെ ഇന്നത്തെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാവാനുള്ള കാണിക്കണമെന്ന് ഇ ഡി കാണിച്ച 2ാമത്തെ ഹർജി നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ള ഹർജിയാണ് ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബെഞ്ച് പരിഗണിക്കുന്നത്. കീർത്തി, ശരി, ചേതനാണ് ആ വിവരങ്ങൾ.